ഫ്രണ്ട്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാബേജ് കൊണ്ടൊരു ചിക്കൻ മമ്മൂസാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിനായിട്ട് വേണ്ടത് ക്യാബേജിൻ്റെ ഇലയായിട്ട് എടുത്ത് മാറ്റിയതാണ്. നമ്മളൊരു 6-7 ഇല എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഇലയൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ എടുത്ത് വച്ചേക്കുന്ന എല്ലാ ഇലയും ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിനകത്തിട്ട ശേഷം അതിനെ നന്നായിട്ടൊന്ന് വേവിക്കുക. ഇനി ഇതിൽ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കിലോ എല്ല് കളഞ്ഞുള്ള ചിക്കനാണ്. ഇനി നമുക്ക് ഇതിനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: അരിഞ്ഞ സ്പ്രിംഗ് ഒനിയൻ, ചെറുതായിട്ടരിഞ്ഞ മല്ലിയില, ചെറുതായിട്ടരിഞ്ഞ ഒരു സബോള, ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തത്, ഇഞ്ചി അരച്ച് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത്. ഇനിയും നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഞുറുക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു. നല്ല പേസ്റ്റ് രൂപത്തിലാണ് ആക്കിയേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ചേർക്കുകയാണ്. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും സ്പ്രിംഗ് ഒനിയൻ്റെ ഇലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സബോള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നീര്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അല്പം സോയാ സോസ് കൂടെ ആഡ് ചെയ്യാം. ഇതോടെ നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്താണ് എടുക്കേണ്ടത്. എല്ലാ ഭാഗത്തും നല്ലപോലെ ആകത്തക്ക രീതിയിൽ അതിനെ മൊത്തമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കാം. എല്ലായിടത്തും ഒന്ന് മസാലയെല്ലാം പിടിച്ചു വരത്തക്ക രീതിയിൽ. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ പുഴുങ്ങിയെടുത്ത ക്യാബേജിൻ്റെ ഇലയിലേക്ക് നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം അതിനെ നല്ലപോലെ മടക്കി എടുക്കുക. വലിയ ഇല എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചെറിയ ഇല കൊടുത്താൽ നമുക്കത് മടക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം വലിയ ക്യാബേജ് തന്നെ സെലക്ട് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് മടക്കി കൊടുക്കാം. ഇനി അടുത്തതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാണ്. ഇതിനടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഇത് വെച്ച് കൊടുക്കാം. അടിയിൽ സ്വല്പം എണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇൻ കേസ് അത് ഒട്ടിപ്പോകാതിരിക്കാനാണ്. ഇപ്പോൾ നമ്മളെല്ലാം പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ആവി വരാനും തുടങ്ങി. ഇനി നമുക്ക് ഈ പാത്രത്തെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാത്രത്തെ തുറക്കാം. നല്ല ചൂടുണ്ട്. അത് ഏകദേശം ഇപ്പം വെന്ത് വന്നിരിക്കുകയാണ്. ഇതിനെ ഇനി നമുക്കെടുത്ത് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മളെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഓയിലൊക്കെ നമുക്ക് ആവശ്യമില്ല. ഇനിയും അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കതിനൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് അല്പം ബട്ടർ ഇട്ടിട്ട് ആ പാത്രത്തിൽ മൊത്തം നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യിച്ചെടുക്കാം. എടുത്ത് വച്ചിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു സൈഡ് വെന്ത ശേഷം ചെറുതായിട്ട് ഒരു കളർ മാറിയ ശേഷം തിരിച്ചിടണം. അധികം ചൂട് വെക്കാൻ പാടില്ല. അത് വേഗം കരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെടുത്ത് വെക്കാൻ. ഇപ്പം നമ്മുടെ ഇത് ഏകദേശം ഒരു സൈഡ് വെന്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചു വെക്കാം. ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ ഏകദേശം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. സ്വല്പം കരിഞ്ഞു പോയി, എന്നാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഫുഡാണ്. അധികം ഓയിലി ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.